കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബോളിവുഡ് നടി ജാക്ലിൻ ഫെർണാണ്ടസിന് തിരിച്ചടി. ഇഡി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി നൽകിയ ഹർജി തള്ളിയിട്ടുണ്ട്. അജീഷ് കുമാർ ഡൽഹിയിൽ ചെയ്തു. അജീഷ്, 200 കോടി രൂപയുടെ കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ്. ജാക്ലിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? എന്താണ് കേസിന്റെ ആകെ മൊത്തത്തിൽ പശ്ചാത്തലം? സുഖേലി, നേരത്തെ സമാന ആവശ്യവുമായി ഈ ജാക്ലിൻ ഫെർണാണ്ടസ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഡൽഹി ഹൈക്കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. തുടർന്നായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. സുപ്രീം കോടതിയും ഇപ്പോൾ ജാക്ലിൻ ഫെർണാണ്ടസിന്റെ ഈ ആവശ്യം അംഗീകരിച്ചില്ല. ഈ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തനിക്കെതിരെ ഇഡി എടുത്ത ഈ കേസ് തന്നെ റദ്ദാക്കണമെന്നാണ്. 2022 ഇത് സംബന്ധിച്ച് ഇഡി ഒരു കുറ്റപത്രം ഫയൽ ചെയ്തത്. അതിൽ ഈ കള്ളപ്പണ ഇടപാടുകാരനായിട്ടുള്ള സുകേഷ് ചന്ദ്രശേഖർ, ഇയാളുടെ കയ്യിൽ നിന്ന് 7 കോടിയോളം വിലമതിക്കുന്ന ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ ഈ ജാക്ലിൻ ഫെർണാണ്ടസ് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെ 1ാം പ്രതി സുകേഷ് ചന്ദ്രശേഖരനാണ്, 2ാം പ്രതിയാണ് ജാക്ലിൻ ഫെർണാണ്ടസ്. ഈ കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഈ സുകേഷ് ചന്ദ്രശേഖരന് കൂട്ടുനിന്നു എന്നാണ് ഇഡി കുറ്റപത്രത്തിൽ പറയുന്നത്. 215 കോടി രൂപയുടെ ഇടപാട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇഡിയിൽ കേസ്. ഈ 7 കോടിയുടെ സമ്മാനം എന്ന് പറയുമ്പോൾ അതിൽ കാറുകളും ആഭരണങ്ങളും വാച്ചുകൾ അടക്കമുള്ള ആഡംബര വസ്തുക്കളുണ്ട്. എന്നാൽ തനിക്കിതിൽ പങ്കില്ല എന്നാണ് ജാക്ലിൻ ഫെർണാണ്ടസ് പറയുന്നത്. എന്നാൽ ഇഡി ഇന്ന് കോടതിയിൽ വാദിച്ചത് ഈ തുടക്കത്തിൽ ഈ സുകേഷ് ചന്ദ്രശേഖർ അറസ്റ്റിലായ ഘട്ടത്തിൽ ഇയാളുമായിട്ടുള്ള ഫോൺ ഡേറ്റകളെല്ലാം ജാക്ലിൻ ഫെർണാണ്ടസ് ഡിലീറ്റ് ചെയ്തിരുന്നു. കൂടാതെ ഇയാളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തുടക്കത്തിൽ ചോദ്യം ചെയ്യലിൽ മറച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് ഇഡി കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ പ്രാരംഭഘട്ടത്തിൽ വിചാരണ നടന്നാൽ മാത്രമേ ഇതിൽ ആരാണ് കുറ്റക്കാരെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും ഇന്ന് 2 ബെഞ്ച് ഉത്തരവിട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.